കഥയറിയാൻ. കാലം കൂട്ടിച്ചേർത്ത രണ്ട് കൂട്ടുകാരികൾ, അമ്പിളി, സൂര്യ. ഇവരുടെ സൗഹൃദത്തിലൂടെ കൂട്ടുകൂടിയ രണ്ട് കുടുംബങ്ങൾ. പരസ്പരം പിരിയാതിരിക്കാൻ വിവാഹമേ കഴിക്കില്ല എന്ന് ദൃഢനിശ്ചയമെടുത്ത അമ്പിളിക്കും സൂര്യയ്ക്കും മാതാപിതാക്കളുടെ ആത്മഹത്യാ ഭീഷണിക്ക് മുമ്പിൽ തീരുമാനം മാറ്റേണ്ടി വരുന്നു. സൂര്യ സന്തോഷ് എന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ സൂര്യ എന്ന കൂട്ടുകാരിയല്ലാതെ ജീവിതത്തിൽ മറ്റൊന്നും വേണ്ട എന്ന ഉറച്ച തീരുമാനത്തിൽ അമ്പിളി എത്തുന്നു. കതിർമണ്ഡപത്തിൽ നിന്നും സൂര്യ അമ്പിളിയെ പിരിഞ്ഞ് സന്തോഷിനൊപ്പം പോവില്ല എന്ന് പറയുമ്പോൾ സൂര്യയുടെയും അമ്പിളിയുടെയും സന്തോഷിന്റെയും മാതാപിതാക്കൾ വിവാഹശേഷവും അവരുടെ സൗഹൃദം മുറിയാതെ അമ്പിളിക്ക് സൂര്യയുടെ വീട്ടിൽ വന്ന് നിൽക്കാമെന്ന് ഉറപ്പ് നൽകുന്നു. വിവാഹശേഷം തിരിച്ച് നാട്ടിൽ വന്ന സൂര്യ ആ ഉറപ്പിന്മേൽ അമ്പിളിയെ സന്തോഷിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ, കൊണ്ടുപോകുന്നില്ല ഞാൻ. ഈ തീരുമാനത്തിൽ നിന്നും കഥയുടെ ഗതി വഴിതിരിയുകയാണ്. അമ്പിളി സന്തോഷിന്റെ വീട്ടിൽ എത്തുന്നതോടെ എന്ത് സംഭവിക്കും? ജീവിതത്തിൽ ഒരു വിവാഹമുണ്ടെങ്കിൽ അത് അമ്പിളിയെ മാത്രമായിരിക്കുമെന്ന് പറഞ്ഞു നടക്കുന്ന ഹരീഷിന് അമ്പിളിയെ വിവാഹം കഴിക്കാൻ കഴിയുമോ? ഇടിമിന്നൽ പോലെ കഥയിലേക്ക് വന്ന സൗദാമിനിയുടെ കഥാപാത്രം എന്താകും? ശ്രീകുട്ടിക്ക് നേരെ ഉന്നം വെച്ച വിഷ്ണു എന്ന പുതിയ കഥാപാത്രം ആരാണ്? സന്തോഷം മാത്രം തളം കെട്ടി നിൽക്കുന്ന സോമശേഖരന്റെയും വിശ്വനാഥിന്റെയും മാധവന്റെയും കുടുംബങ്ങളിൽ എന്ത് സംഭവിക്കും? ചോദ്യങ്ങൾ നിരവധി, ഉത്തരം ഒന്നു മാത്രം. തുടർന്നു കാണുക. ആത്മബന്ധങ്ങളുടെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കുക. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അതാ സോറി കേട്ടോ, വെരി സോറി. റിയലി സോറി. ഇറ്റ്സ് ഓക്കേ. എന്താ, പേടിച്ചോയോ? ഇങ്ങനെ മുഖം മറിച്ച് മുന്നിൽ ഒരു ബൈക്ക് വന്ന് ആരായാലും പേടിക്കില്ലേ? അപ്പൊ ചെറിയ കാര്യങ്ങൾക്കൊന്നും പേടിക്കില്ലെന്നാണോ? ഹാ, അത്യാവശ്യം ധൈര്യമൊക്കെ ഉണ്ട്. അല്ല, എന്നെ ഓർമ്മയുണ്ടോ ഇയാൾക്ക്? ഓർമ്മയൊക്കെ ഉണ്ട്. ഡാഫോഡിൽസിൽ നിന്നും ഒരു ഹോട്ട് കോഫി അകത്തായിക്കൊണ്ടിരിക്കുമ്പോഴാ ഇയാൾ ഇങ്ങനെ പാസ് ചെയ്യുന്നത് കണ്ടേ. അപ്പൊ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. എന്തിന്? ഇയാൾക്കൊരു റോഡ് ബ്ലോക്കായിട്ട് കുറുക്കെ വീണ ആളല്ല ഞാൻ. അപ്പോഴത്തെ വെപ്രാളത്തിൽ ശരിക്കൊരു സോറി പറയാൻ പോലും പറ്റിയില്ല. അതിനായി കുറെ ധൈര്യം സംഭരിച്ച് വന്നതാ ഇപ്പോ. എന്നാ പറഞ്ഞോളൂ. അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ ചോദിച്ചു വാങ്ങുന്ന സോറി കൊടുക്കാതിരിക്കുന്നതാ ബുദ്ധി. അല്ല, എന്താ ഇയാളുടെ പേര്? അതെന്തിനാ അറിയുന്നേ? ഓക്കെ, ഇയാൾക്ക് പേര് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട.
പക്ഷേ ഐ എം വിഷ്ണു, ഫ്രീലാൻസ് അനിമേറ്ററാ. കുട്ടി എന്തിനാ പഠിക്കുന്നത്? ബിടെക് കമ്പ്യൂട്ടർ സയൻസ്. ഗുഡ് ഓപ്ഷൻ. ഇഫ് യു ഡോണ്ട് മൈൻഡ് പേരൂടെ പറയാം. ഓൺലി ഫോർ ഫ്രണ്ട്ഷിപ്പ്. ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി. ശ്രീ അത് വിളിക്കാൻ ഒരു ബുദ്ധിമുട്ടാ. ശ്രീകുട്ടി. എ പെറ്റ് നെയിം. ദാറ്റ്സ് ഗുഡ്. ശ്രീകുട്ടി എന്നെ വീട്ടിൽ വിളിക്കുന്നത്. ആ മൈ ഗുഡ്നസ്, അതാണ് നമ്മുടെ മനസ്സുകൾ തമ്മിലുള്ള ചേർച്ച അല്ലേ? ഞാൻ പോണു. അതെ ശ്രീകുട്ടി, ഇനി കാണുമ്പോ മിണ്ടാതെ നടന്നു പൊക്കളയരുത്. ഒരു ചിരി, സുഖമാണോ എന്നൊരു ചോദ്യം, അത്രയും മതി. ഓൺലി ഫോർ ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ?